ഗായ്സ്, എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് വന്നിട്ടുള്ള നല്ല നാടൻ കുത്തപ്പത്തിൻ്റെ അതുപോലെ തന്നെ അതിലേക്ക് വേണ്ടിയുള്ള മുട്ടക്കറിൻ്റെ റെസിപ്പി ആയിട്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് തലേന്ന് രാത്രി 2.5 കപ്പ് പച്ചരിയും പിന്നെ ഒരു 1.25 ടീസ്പൂണ് ഉലുവയും വെള്ളത്തിലിട്ട് വെക്കുക. അരി ഇങ്ങനെ വെള്ളത്തിലിട്ടിച്ച് പിറ്റേന്ന് രാവിലെ അതെടുത്തിട്ട് ഇതാ നല്ലോണം കഴുകിയെടുക്കണം. അരി നല്ല 2-3 വെള്ളത്തിൽ കഴുകിയെടുത്ത് വൃത്തിയാക്കി വെക്കുക. എന്നിട്ട് അത് നല്ലൊരു മിക്സിൻ്റെ ജാറിലേക്ക് എടുത്തിട്ട് നന്നായിട്ട് വെള്ളം ചേർത്ത് അടിച്ചെടുക്കുക കേട്ടോ. ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ കൊടുത്ത് ഇങ്ങനെ അടിച്ചെടുക്കുക. അതിലേക്ക് ഒരു മുറി തേങ്ങ ചിരണ്ടിയത്, അതായത് ഒരു തേങ്ങ ചിരണ്ടിയത് ഫുള്ള് വേണം. അതെടുത്തിട്ട് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. പിന്നെ ഓവർ കട്ടി പാടില്ല ഈ ഒരു ബാറ്ററിന്, പിന്നെ അത് ഓവർ ലൂസ് ആവാൻ പാടില്ല. ഇതിൽ കാണുന്ന ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ഈ ഒരു ബാറ്റർ തയ്യാറാക്കാൻ. പിന്നെ ഇതിലേക്ക് തേങ്ങ മാത്രമല്ല, നമ്മൾ നല്ല കഴുകി വെച്ച് ചോറ് ചേർക്കുന്നുണ്ട്. അതായത് തലേന്ന് രാത്രി നമ്മൾ വെച്ചിരുന്ന ചോറ് പിറ്റേന്ന് നമ്മളത് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചെടുക്കും. ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് ഈ ബാറ്ററിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കും. ഈ ഒരു ബാറ്ററി നമുക്ക് ഇപ്പം കുത്തപ്പം ചുടാം, പിന്നെ വേണമെങ്കിൽ നാളത്തേക്ക് നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ വെള്ളപ്പം ചുട്ടെടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ പറ്റും ഈ ഒരു ബാറ്ററി വെച്ചിട്ട്. ഇത് നല്ല ഓട്ടിൻ്റെ ചട്ടിയിൽ, അതായത് ഇതുപോലത്തെ ചട്ടിയിൽ നമ്മൾ ചുട്ടെടുക്കുക. അപ്പോൾ നല്ലോണം ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. ഒരിക്കലും ഇതിൽ ലോ ഫ്ലെയിമിലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലോ ഇട്ട് കൊടുക്കാൻ പാടില്ല. അപ്പം വേവാണ്ട് അടി പിടിച്ചു പോകും. അപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അടി പിടിക്കാണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം തന്നെ കിട്ടും. ഇതുപോലെ കണ്ടില്ല, നല്ല അടിപൊളിയായിട്ട് അപ്പം വന്നിരിക്കുന്നത്. എന്നിട്ട് ഇതുപോലെ രണ്ടാമതും നമ്മൾ ബാറ്റർ ഒഴിച്ചിട്ട് മൂടി വെച്ച് കൊടുക്കുക. എന്തെങ്കിലും വെച്ച് നമ്മൾ നന്നായിട്ട് മൂടി വെച്ചെടുത്താൽ അപ്പോൾ ഉള്ളൊക്കെ നന്നായിട്ട് വെന്തോളും. ഇനി നമുക്ക് നല്ല ഇതിലേക്കുള്ള മുട്ടക്കറി റെഡിയാക്കാം. ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെക്കുക. അതിലേക്ക് നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഈ വെളിച്ചെണ്ണ ചൂടായി വന്നു കഴിഞ്ഞാൽ നമ്മൾ ചുവന്ന കുഞ്ഞുള്ളിയില്ലേ, ഈ കുഞ്ഞുള്ളി ഒരു 5-6 എണ്ണം എടുത്തിട്ട് ചുവന്നുള്ളി എടുത്തിട്ട് നല്ല കുനുകുന അരിഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ വഴറ്റി കൊടുത്തതിന് ശേഷം അതിലേക്ക് നല്ല കരിവേപ്പില ഒരു കൈപ്പിടിയിൽ അത്യാവശ്യം വേണ്ട രീതിയിൽ നമുക്ക് ഇട്ട് കൊടുക്കുക. അത്യാവശ്യം നല്ല കരിവേപ്പില ഇരുന്നോട്ടെ, നല്ല ടേസ്റ്റാണ്, ഇതിൻ്റെ ഒരു ഫ്ലേവറാണ് ഈ കറീൻ്റെത്. അപ്പോൾ അത് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് നല്ല ചുടുവെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം. അതിന് മുമ്പ് ഈ ഒരു അരിപ്പ് ഇതിലേക്ക് മെയിനായിട്ടുള്ള അരിപ്പാണ്. അതിലെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം ചുടുവെള്ളം നന്നായിട്ട് ഒഴിച്ചിട്ട് ഈ ചുടുവെള്ളം നല്ല രീതിയിൽ തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കോഴിമുട്ട ഇതുപോലെ പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഞങ്ങൾ 2 എടുത്തിട്ടുള്ളൂ, പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ 3-4 കോഴിമുട്ട ആഡ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്തിട്ട് ആ കോഴിമുട്ട വേവാൻ വേണ്ടിയിട്ട് നല്ല തിളച്ച് വരട്ടെ. അപ്പോൾ നേരത്തെ കാണിച്ച അരപ്പിലേക്ക് 4 പച്ചമുളകും ലേശം ഒരു മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കുക. എരിവ് നിങ്ങളെ ആവശ്യത്തിനനുസരിച്ചിടുക, 3-4 വെക്കാം. എന്നിട്ട് ഇതിലേക്ക് ഈ സമയത്ത് ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെന്ത് വന്നിട്ടുണ്ടാവും. ഈ കോഴിമുട്ട വേണമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഉടച്ച് കലക്കുക. എന്നിട്ട് ഈ ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ നല്ല തിളച്ച് വന്നു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. തേങ്ങ, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ഇത് 3 കൂടി മിക്സ് ആക്കിയിട്ടുള്ള ഈ അരപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് കഴുകി ഒഴിച്ചു കൊടുക്കുക അതിലേക്ക്. എന്നിട്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുട്ടക്കറി റെഡിയായി. അപ്പോൾ നല്ല ചൂടപ്പം മുട്ടക്കറി ഇവിടെ റെഡി. ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.